ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ 29 ജീവനക്കാരെ കൂടിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൃഷി വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. നേരത്തെ അത് മണ്ണ് പരിശോധന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ആദ്യം വന്ന ലിസ്റ്റ്. ഇപ്പോൾ കൃഷി വകുപ്പിലെ മറ്റൊരു ലിസ്റ്റ് കൂടി വരുന്നു. അതിൽ 29 പേരുണ്ട് ഈ പട്ടികയിൽ. ഈ കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ച് ഈടാക്കാനാണ് ഉത്തരവ്. അത് നേരത്തെ തന്നെ ഉള്ളതാണ്. നമുക്ക് മാനസ അതിന്റെ വിവരങ്ങൾ നൽകാനായുണ്ട്. മാനസ, ഈ 29 പേര് കൂടി അല്ലേ? അപ്പോൾ മൊത്തം ഇപ്പോൾ എത്ര പേരാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്, നടപടി എടുത്തിരിക്കുന്നത്? തീർച്ചയായും അജിൻഷാദ്, ഇപ്പോൾ കൃഷി വകുപ്പിലെ 29 ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 29 ജീവനക്കാരുടെയും തുക, അതായത് കൈപ്പറ്റിയ അനർഹമായ തുകയുടെ 18% പലിശ ഈടാക്കാനുള്ള ഉത്തരവും ഉണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജീവനക്കാർക്കെതിരെ നടപടിയുമായി വകുപ്പ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെയും ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൽ ഈ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചതാണ്. അവരുടെയും 18% പലിശ ഈടാക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടതാണ്. ഇത് തന്നെയാണ് എല്ലാ വകുപ്പുകളിലും ഈ തീരുമാനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല 1458 സർക്കാർ ജീവനക്കാരാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളിലായാണ് ഇത്തരം ജീവനക്കാർ അടങ്ങിയിരിക്കുന്നത്. ഓരോ വകുപ്പും അന്വേഷണത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ അന്വേഷണത്തെ തുടർന്ന് ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ കൃഷി വകുപ്പിലെ 29 പേർക്കെതിരെയുള്ള നടപടി.